ഇന്ന് കുറച്ച് വലിയ ടൈഗർ പ്രോൺസ് നമുക്ക് കട്ടിങ് ചെയ്യാം. ഒരു 5 1/2 കിലോ വാങ്ങിയ 800 റുപ്യ ഏകദേശം. കുറച്ച് മസാലയ്ക്ക് വേണ്ടിയിട്ട് ബട്ടർ കുറച്ച് മെൽറ്റ് ചെയ്ത്, പിന്നെ മസാലക്കായി എടുത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കൊത്തമ്പാരി, പിന്നെ ചിക്കൻ മസാല, അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് അത് ഒന്ന് ഫ്ലേവർഫുള്ളാക്കാൻ വേണ്ടി കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. എന്നിട്ട് മെൽറ്റ് ചെയ്ത ബട്ടർ നമ്മൾ ഈ പൊടികളിലൊക്കെ ഒന്ന് ഇട്ട് അതിങ്ങനെ നല്ല ഉരുട്ടി ബോൾ രൂപത്തിൽ ചുമ്മാ അതിനെല്ലാം ഒന്ന് കൺസിസ്റ്റൻസി സെറ്റാകാൻ വേണ്ടി നല്ലോണം അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിത് കാണുന്നത്. ഉരുട്ടി ഇതാക്കി വെച്ച് എന്നിട്ട് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് എന്താ പറയുക ലിക്വിഫൈ ചെയ്ത് അത് മസാല രൂപത്തിലാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നമ്മൾ അതൊരു മെൽറ്റ് ചെയ്യുന്ന പോലെ ആക്കി. പിന്നെ ഇതാണ് നമ്മളെ ടൈഗർ പ്രോൺസിൽ മിക്സ് ചെയ്ത് പിടിപ്പിക്കേണ്ട മെയിൻ ഘടകം മസാല. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചധികം വെള്ളം ഒഴിച്ചിന് കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടി ഇത് ബട്ടറെല്ലാം വെച്ചങ്ങ് സെറ്റാക്കിയപ്പോൾ കുറച്ചങ്ങ് തിക്കായി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല എന്താ പറയുക ലൂസ് ഇതിലെ ഫോർമാറ്റിലേക്ക് നമ്മൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് സമയം എടുത്തിന്, കാരണം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ഇത് മതിയും തോന്നി. പക്ഷേ സംഗതി 5 വലിയ പ്രോൺസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ലൂസാക്കാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അത് ലൂസാക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അതിങ്ങനെ ഒരു മഷി പോലെ ആയി കെട്ടി. പിന്നെ ഓരോ പ്രോൺസ് അതിലെടുത്തിട്ട് നമ്മളിങ്ങനെ അതിനെ തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയത്. നല്ലോണം കുറച്ച് മസാല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ അത് സെറ്റാക്കാൻ വേണ്ടി നല്ലോണം തേച്ചങ്ങ് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റിസ്ക് ആട്ടോ വലിയ പ്രോൺസിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ. അതിൻ്റെ ഹെഡ് ഭാഗത്ത് കുറച്ച് മൂർച്ചയുള്ള ഇതായതുകൊണ്ട് കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു മുറിവ് കിട്ടീന്, പക്ഷേ അത് കാര്യമാക്കില്ല. പ്രോൺസ് ആണല്ലോ നമ്മളെ മെയിൻ. അതുകൊണ്ട് നല്ല രീതിയിൽ മസാല ഉള്ളിലും അതിൻ്റെ എല്ലാ ഏരിയയിലും കിട്ടുന്ന രീതിയിൽ പെരക്കിക്കൊണ്ട് നിൽക്കണം. മസാലയൊക്കെ നല്ല മണേനു. പ്രോൺസും പിന്നെ വലിയ സൈസായപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ, അത് അടിപൊളിയേനു. അത് പെരക്കുമ്പം തന്നെ വായിൽ വെള്ളം വന്നില്ല. പിന്നെ അത് ആ ഒരു എന്താ പറയുക എത്ര ഇവിടുന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഫീൽ ചെയ്യുന്നു. നല്ലോണം ഇങ്ങനെ പെരക്കി അങ്ങനെ 5 ഇങ്ങനെ നമ്മളിങ്ങനെ മാറി പെരക്കിക്കൊണ്ട് നിൽക്കുക. പ്രത്യേകിച്ച് ആ തലഭാഗത്തൊക്കെ മസാല പിടിച്ചു കഴിഞ്ഞാൽ പ്രോൺസിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം തലഭാഗമാണ്. മസാലയും കൂടി സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ അത് കടിച്ചതങ്ങ് ഇതാകുമ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസിനെസ്സും എല്ലാം കൂടി നല്ല ഒരു സുഖമാണ്. അതിങ്ങനെ ചെയ്ത് സെറ്റാക്കി 5 എണ്ണത്തിനെ ഒരു ലെവലാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം തീരാനായി. മസാല കൂടിയെന്നല്ല, കാരണം കുറച്ച് മസാല ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് ഇതിപ്പം പൊരിച്ച് കഴിഞ്ഞാലും കുറച്ച് ബാക്കിയുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് ചോറിട്ടിട്ട് ഇളക്കിയൊരു പിടുത്തം കൂടി പിടിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചവർക്കറിയാം അത് വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ ആ ഒരു എയിമും കൂടി മനസ്സിലുണ്ട്. അതുകൊണ്ട് കുറച്ച് മസാല കുറച്ചൊന്ന് കയറ്റി പിടിച്ചിന് അങ്ങ് തേച്ച് ഏകദേശം കഴിഞ്ഞു. ഇതാണ് തേച്ച് പിടിപ്പിച്ച ശേഷം ഉള്ള ഒരു ലെവൽ. പിന്നെ നമ്മൾ നേരെ ഫ്രീസർ കയറ്റി ഒരു 1/2 മണിക്കൂർ അതിനൊന്ന് സെറ്റാക്കാൻ വെച്ച് പിടിക്കണ്ട തേച്ച് പിടിപ്പിച്ചാലോ. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പാനിൽ നമ്മളെ സ്വന്തം അമൂൾ ബട്ടർ അങ്ങിട്ട് ഇതിങ്ങനെ മെൽറ്റ് ചെയ്യുന്ന കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന വേഗം മെൽറ്റാവും. എത്ര സമയവും പാന് ചൂടാണ്, എന്നാലും മെൽറ്റാവാനൊരു ബുദ്ധിമുട്ട് പോലെ. ഏകദേശം വരുന്നുണ്ട്.
നമുക്ക് ഈ ക്ഷമയില്ലാത്തതുകൊണ്ട് ഫുള്ള് മെൽറ്റാവാൻ അങ്ങ് നിൽക്കുന്നൊന്നുമില്ല. കിടക്കട്ടെ, എന്തായാലും ഹൈ ഫ്ലെയിമിൽ കിട്ടേ. ഓരോന്നോരോന്ന് മെല്ലെ മെല്ലെ അതിലേക്ക് വെച്ചു. പിന്നെ ഡൗട്ടായി, ഇത്ര നേരം കൊള്ളുമെന്നൊരു ഡൗട്ടായി. വിചാരിച്ച് ഇനിയും കൊള്ളിക്കാം. അങ്ങനെ 5 കയറ്റി മെല്ലെ ഒന്ന് സിമ്മൊന്ന് കുറച്ച് കിട്ടാം, ജസ്റ്റൊന്ന് വേവായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കിയപ്പം ബട്ടർ കുറഞ്ഞോന്നൊരു ഡൗട്ടായി, കാരണം ഐറ്റംസ് കുറച്ചുണ്ടല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബാക്കി കഷ്ണവും കൂടി ഇതിൽ അടക്കങ്ങ് വെക്കാം. അങ്ങനെ ഒരു ബട്ടറിന് ഒരു മോശമില്ലാത്തൊരു പോർഷൻ ഇടക്ക് വെച്ചു. നോക്കിയപ്പോൾ ഇതാ അതും മെൽറ്റായി. എല്ലാം തുറന്നപ്പോൾ ഒരു മണം അടിച്ചില്ല. എൻ്റെ അമ്മോ, ഒന്നും പറയണ്ട. ഇതിൽ വൺ സൈഡ് ജസ്റ്റ് ഒന്നായി വരുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ നല്ല രീതിയിൽ കുക്ക് ചെയ്യും, അതിന് പ്രോൺസല്ലേ. അപ്പോൾ ഇതിൻ്റെ തലയൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് മസാലയുടെ വീഡിയോയിൽ കയറ്റാൻ വേണ്ടിയിട്ട്, എന്നിട്ട് തരങ്ങും ഇട്ടൊന്ന് സെറ്റാക്കി ഫ്ലെയിമെല്ലാം ഓഫാക്കി. ഇതാണ് അവസ്ഥ. പൊളി.